KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പ്രവർത്തന മികവിന്റെ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ SSF മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടക്കമായി. മുല്ലപ്പെരിയാർ അണക്കെട്ട് കേസിൽ കേരളത്തിന് തിരിച്ചടി. തീർത്ഥാടകരുടെ പ്രവാഹം തുടരുന്നു, ഹജ്ജ് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഈ വർഷത്തെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള ഹജ്ജ് ക്യാമ്പിന് ഇന്ന് വൈകിട്ട് 7 മണിക്ക് തുടക്കമാവും. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് സുപ്രീം കോടതിയുടെ വിമർശനം. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഉന്നതാധികാര സമിതി റിപ്പോർട്ടിൽ മറുപടി നൽകാൻ കേരളത്തെ അനുവദിച്ചില്ല. കേരളത്തിന്റെ വാദങ്ങൾ എഴുതി സമർപ്പിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. പുതിയ തെളിവുകളോ പഠനങ്ങളോ മറുപടിയിൽ ഉൾപ്പെടുത്തരുത്. സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി പഠനം നടത്തിയ സാഹചര്യത്തിൽ പുതിയ പഠനം എന്തിനെന്ന് കോടതി ചോദിച്ചു. അണക്കെട്ട് സുരക്ഷിതമാണെന്ന് വാദിക്കുന്ന ഉന്നതാധികാര സമിതി റിപ്പോർട്ട് ചോദ്യം ചെയ്യാനുള്ള അവസരമാണ് ഇതോടെ കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. കേസിൽ അന്തിമവാദം കേൾക്കുന്നതിനുള്ള തീയതി നവംബർ 5-ന് തീരുമാനിക്കും. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറിയും പ്രമുഖ വ്യാപാരിയുമായ നസീർ അഹമ്മദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പ്രതികൾ സഞ്ചരിച്ച മാരുതി ഓമ്നി വാനിന്റെ ഉടമ ചെറുപ്പ കീഴേപ്പറമ്പത്ത് രൂപേഷാണ് ഇന്ന് അറസ്റ്റിലായത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നതിനാണ് രൂപേഷിനെ അറസ്റ്റ് ചെയ്തത്. വാനിന്റെ രക്തക്കറ പുരണ്ട ചില്ല് കൊലപാതകം നടന്ന ദിവസം രാത്രി തന്നെ മാറ്റാൻ രൂപേഷ് സഹായിച്ചു എന്ന് പോലീസ് കണ്ടെത്തി. ഇയാളെ മുമ്പ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും കൊലപാതകത്തിൽ പങ്കില്ലെന്നായിരുന്നു അന്ന് നൽകിയ മൊഴി. ഇന്ന് രാവിലെ കേസ് അന്വേഷിക്കുന്ന ചേവായൂർ പോലീസാണ് രൂപേഷിനെ അറസ്റ്റ് ചെയ്തത്. സുൽത്താൻ ബത്തേരി മണിച്ചിറയിൽ ആദിവാസി ശ്മശാനത്തിൽ തെരുവ് നായ്ക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ബസ് ടാക്സി സർവീസുകൾ മുടങ്ങി. ബത്തേരിയിൽ വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പ് ചെയ്യുന്നത്. കുഴിച്ചിട്ട നായ്ക്കളെ പുറത്തെടുക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കിറ്റക്സ് കമ്പനി കേരളത്തിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. കിറ്റക്സ് പ്രശ്നത്തിൽ കമ്പനി അധികൃതരും തൊഴിലാളികളും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. ഈ വിഷയത്തിൽ കലക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ചർച്ച നടത്തും. പരിസര മലിനീകരണമുണ്ടാകുന്നതിനാൽ കിറ്റക്സ് ഗാർമെന്റ്സ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചാൽ കമ്പനി അടയ്ക്കേണ്ടി വരുമെന്ന് MD ബാബു ജേക്കബ് പറഞ്ഞു. 8000-ഓളം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. മർക്കസിന്റെ ആരംഭകാലം മുതൽ അടുക്കളയിൽ പാചക വിദഗ്ധനായി അറിയപ്പെട്ട മുട്ടാഞ്ചേരി ആലി ഹാജി മരണപ്പെട്ടു. ഇന്നലെ രാവിലെ മർക്കസിലേക്ക് നടന്നുവരുന്നതിനിടെ സ്ഥാപനത്തിന്റെ മുമ്പിൽ വെച്ച് ബൈക്കിടിച്ച് മരിച്ച ആലി ഹാജിക്ക് മർക്കസിലെ ഉസ്താദുമാരും വിദ്യാർത്ഥികളും നിറമൊഴികളോടെ യാത്രമൊഴി നൽകി. വൈകിട്ട് 5:50 മർക്കസ് മസ്ജിദുൽ ഹാമിലിയിൽ മയ്യിത്ത് നിസ്കാരത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. തുടർന്ന് രാത്രി സ്വദേശമായ മുട്ടാഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. ഉസ്താദുമാരും കാന്റീനിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ ജനാസയെ അനുഗമിച്ചു. മർക്കസ് സ്ഥാപിതമായ കാലം തൊട്ട് യതീംഖാനയിലെ അന്തേവാസികൾക്ക് രുചികരമായ വിഭവങ്ങൾ ഒരുക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഇദ്ദേഹം സൌഹാർദ്ദപൂർണമായ പെരുമാറ്റത്തിലൂടെ എല്ലാവരിലും മതിപ്പുളവാക്കിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. രോഗത്തെ തുടർന്ന് ഇടക്കാലത്ത് വിശ്രമ ജീവിതം നയിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും യതീംഖാന മാനേജർ കോയ മുസ്ലിയാർ പതിമംഗലത്തിന്റെയും മറ്റും നിർദ്ദേശത്തെ തുടർന്ന് വീണ്ടും മർക്കസിലെത്തുകയായിരുന്നു.
ഭക്ഷണം ഒരുക്കുന്നതോടൊപ്പം വിതരണം ചെയ്യുന്നതിലും കണിശത പുലർത്തിയിരുന്ന ഇദ്ദേഹത്തെ സൂപ്പർവൈസറായി നിയമിച്ചു. അതിരാവിലെ എത്തി എല്ലാ ഭാഗങ്ങളിലും ശ്രദ്ധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന ആലിയ ഹാജിയുടെ വേർപാട് മർക്കസിലെ ജീവനക്കാരെയും ഉസ്താദുമാരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ദുഃഖത്തിലാറ്റി. ആരംഭകാല പരിമിതികളിൽ നിന്ന് മർക്കസ് ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ പഴയകാല ഓർമ്മകൾ പുതിയ ജീവനക്കാർക്ക് നൽകാൻ ഇനി ആലി ഹാജി മർക്കസ് ക്യാന്റീനിനുള്ളിലില്ല. അഡ്വക്കേറ്റ് പി.ടി. റഹീം എം.എൽ.എ. അടക്കം നിരവധി പ്രമുഖർ മർക്കസിലും വീട്ടിലും ജനാസ സന്ദർശിക്കാനെത്തിയിരുന്നു. മൊബൈൽ ഫോൺ കിന്നാരം യുവതി ഒരുക്കിയ കെണിയിൽ പൂവാലൻ വീണു. മൊബൈൽ ഫോണിലൂടെ യുവതിയെ വശീകരിക്കാൻ ശ്രമിച്ച യുവതിയും ബന്ധുക്കളും ഒരുക്കിയ കെണിയിൽ വീഴ്ത്തി. തിരൂർ കൂട്ടായി സ്വദേശിയായ യുവാവിനെയാണ് അതിവിദഗ്ധമായി കുടുക്കിയത്. കുറ്റൂർ പാക്കടപ്പുറായിലെ ഭർതൃമതിയായ യുവതിയുടെ മൊബൈൽ ഫോണിലേക്കാണ് യുവാവ് നിരന്തരം വിളിച്ച് ശല്യം ചെയ്തിരുന്നത്. ഭർതൃമതിയാണെന്ന് അറിയിച്ചെങ്കിലും ഫോൺ വിളി അവസാനിപ്പിക്കാൻ യുവാവ് തയ്യാറായില്ല. പിന്നീട് യുവാവിനെ കൊടുക്കാനായി വേങ്ങരയിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനിയാണെന്നും ഇവിടെയെത്തിയാൽ തമ്മിൽ കാണാമെന്നും യുവതി അറിയിച്ചു. ഇതേ തുടർന്ന് കൂടിക്കാഴ്ചയ്ക്കായി വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രി പരിസരത്തേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ഇതനുസരിച്ച് കാറിലെത്തിയ യുവാവിനെയും രണ്ട് സുഹൃത്തുക്കളെയും ഒളിഞ്ഞുനിന്ന യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. പോലീസിന് കൈമാറിയ യുവാക്കളെ പരാതിയില്ലാത്തതിനാൽ ശാസിച്ച ശേഷം വിട്ടയച്ചു. ഫേസ്ബുക്ക് അംഗങ്ങളുടെ എണ്ണം 100 കോടി കവിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ സൈറ്റാണ് ഫേസ്ബുക്ക് എന്ന് സിഇഒ മാർക്ക് സുക്കർബർഗ് അവകാശപ്പെട്ടു. സെപ്റ്റംബർ 14-നാണ് ഫേസ്ബുക്ക് അംഗങ്ങളുടെ എണ്ണം ബില്യൺ തികഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്കിന് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് നോർത്ത് അമേരിക്കയിലാണ്. 44.97% പേരാണ് ഇവിടെയുള്ളത്. 42.14% പേർ ഓസ്ട്രേലിയയിലും 33.92% പേർ ദക്ഷിണ അമേരിക്കയിലും 6.68% പേരാണ് ഏഷ്യയിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റുകളെ 1.13 ട്രില്യൺ പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. 219 ബില്യൺ ഫോട്ടോകളും 17 ബില്യൺ ലൊക്കേഷൻ ചെക്കിംഗ്സുമുണ്ട്. 2004-ലാണ് ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് നന്ദി രേഖപ്പെടുത്തുന്ന പോസ്റ്റും സിഇഒ തന്റെ പേജിൽ നൽകി. 600 മില്യൺ പേരാണ് മൊബൈലിലൂടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. ഹാർവാർഡിലെ തന്റെ സഹപാഠിയുടെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് 19-ാം വയസ്സിൽ സുക്കർബർഗ് രൂപം നൽകിയ സോഷ്യൽ നെറ്റ്വർക്കാണ് ഇപ്പോൾ 100 കോടി പിന്നിടുന്നത്. ഹജ്ജ് വാർത്തകൾ. ഈ വർഷത്തെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള ഹജ്ജ് ക്യാമ്പ് ഇന്ന് വൈകിട്ട് 7 മണിയോടെ ഹജ്ജ് ഹൌസിൽ ആരംഭിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ അധ്യക്ഷനായിരിക്കും. ജില്ലാ കളക്ടർ എം.സി. മോഹൻദാസ് ആമുഖ പ്രഭാഷണം നടത്തും. എം.പി. അബ്ദുസമദ് സമദാനി മുഖ്യ പ്രഭാഷണവും നടത്തും. നാളെ രാവിലെ 10:30-ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് ആദ്യ വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്യും. 350 ഹാജിമാരായിരിക്കും ഈ വിമാനത്തിൽ തിരിക്കുക. രണ്ടാമത്തെ വിമാനം 302 ഹാജിമാരുമായി ഉച്ചയ്ക്ക് 1:20-ന് യാത്ര തിരിക്കും. യാത്ര നേരിട്ട് ജിദ്ദയിലേക്കായതിനാൽ ഇഹ്റാം ചെയ്തായിരിക്കും ഹാജിമാർ പുറപ്പെടുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാനാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ, എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ, എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. ആദർശത്തിനാദമി ശ്രവണപുടങ്ങളിൽ ആവേശം, അറിവിന്നലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC
വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. വിശുദ്ധ ഭൂമിയിൽ തീർത്ഥാടകരായി എത്തുന്ന ഹാജിമാരുടെ സേവനത്തിനായി റിസാല സ്റ്റഡി സർക്കിളിൽ സൗദി നാഷണൽ കമ്മിറ്റി പ്രഖ്യാപിച്ച 1000 സന്നദ്ധ സേവകർ ഉൾക്കൊള്ളുന്ന ഹജ്ജ് വളണ്ടിയർ കോറത്തിലേക്ക് റിയാദ് RCEയുടെ കീഴിലുള്ള വളണ്ടിയർമാരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇന്റർനാഷണൽ NG ഫോറം ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ഇബ്രാഹിം സുബ്ഹാൻ RC ബത്ത സെക്ടർ കൺവീനർ ഹക്കീം വയനാടിന് ആദ്യ അപേക്ഷ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റിയാദ് പ്രസിഡന്റ് ഡോക്ടർ തമ്പി, ICF സെക്രട്ടറി അബ്ദുസലാം വടകര, വളണ്ടിയർ കോർ സെൻട്രൽ പ്രൊവിൻസ് കോർഡിനേറ്റർ അബ്ദുൽ ബാരി പെരിമ്പലം, സോൺ വളണ്ടിയർ കോർ കൺവീനർ മുഹമ്മദ് കുട്ടി സഖാഫി ഓളമതിൽ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. റിയാദിൽ നിന്നും വളണ്ടിയർ സേവനം ചെയ്യാൻ താൽപര്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മൊബൈൽ നമ്പർ 0565592023 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഹജ്ജ് കർമ്മത്തിനായുള്ള തീർത്ഥാടക പ്രവാഹം തുടരുന്നു. വിദേശ നാടുകളിൽ നിന്ന് പുണ്യനഗരങ്ങളിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം ബുധനാഴ്ച രാത്രിയോടെ 5 ലക്ഷം കടന്നു. മക്കയും മദീനയും അള്ളാഹുവിന്റെ അതിഥികളെ വരവേൽക്കാൻ അവസാനഘട്ട ഒരുക്കത്തിലാണെന്ന് വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജിനായി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് 26,000 സേവന സന്നദ്ധരായ ഭടന്മാരുടെ വൻ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. 19 ഹെലികോപ്റ്ററുകളും 6,900 ഉപകരണങ്ങളും സുരക്ഷാ കാര്യങ്ങൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. മക്ക, മദീന എന്നിവിടങ്ങളിൽ ഫയർഫോഴ്സ് അടക്കമുള്ള അടിയന്തര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സൗദി ആഭ്യന്തര മന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ അറിയിച്ചു. മക്കയിൽ 8 ഹോസ്പിറ്റലുകളും 22,000 മെഡിക്കൽ സ്റ്റാഫുകളെയും പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. പ്രവാചക നഗരിയായ മദീനത്തുൽ മുനവ്വറയിൽ 150 പ്രൈമറി ഹെൽത്ത് സെന്ററുകളും ഹജ്ജിനോടനുബന്ധിച്ച് തുറന്നിട്ടുണ്ട്. വിപുലമായ ഒരുക്കങ്ങളാണ് ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിൽ സജ്ജമാക്കിയിരിക്കുന്നതെന്ന് സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ അബ്ദുള്ള അൽ റബി പറഞ്ഞു. തീർത്ഥാടകർക്ക് ഹജ്ജ് സംബന്ധമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 30ലധികം ഭാഷകളിൽ 26 മില്യൺ പുസ്തകങ്ങളും സീഡികളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും മതകാര്യ വകുപ്പ് അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള 1.25 ലക്ഷം വരുന്ന തീർത്ഥാടകരുടെ സുഗമമായ ഹജ്ജ് നിർവഹണത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫായിസ് അഹമ്മദ് കിദ്വായി അറിയിച്ചു. പരാതികൾക്ക് തത്സമയ പരിഹാരം ഉണ്ടാക്കുന്നതിന് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാ വാർത്തകൾ. ധീരവിപ്ലവ കൈകൾ കോർക്കൂ, നേര് തേടും സോദരരെ, പോരിടങ്ങളുണർന്നു കഴിഞ്ഞു വീരരാം പോരാളികളെ. പ്രവർത്തന മികവിന്റെ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ധർമ്മവിപ്ലവ പ്രസ്ഥാനത്തിന്റെ 21ാമത് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 40ാം വാർഷിക സമ്മേളനത്തിന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി കേരളത്തിന്റെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലുമായി പുതിയ പ്രവർത്തകരും ഘടകവും നിലവിൽ വരും. ഹാദിയയിലെ സമീപന രേഖയുടെ ചുവടുപിടിച്ച് ഈ വർഷം രാജ്യവ്യാപകമായാണ് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. നെഞ്ചുറപ്പുണ്ട് നേരിന്റെ പക്ഷത്തു നിൽക്കാൻ എന്ന ശീർഷകത്തിലാണ് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചത്. ഒക്ടോബർ 19 വെള്ളിയാഴ്ച മെമ്പർഷിപ്പ് ദിനമായി ആചരിക്കും. മെമ്പർഷിപ്പ് അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ഓൺലൈൻ സൗകര്യം സജ്ജമാക്കിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ അനുബന്ധമായി നവംബർ 4-നകം യൂണിറ്റ് പുനഃസംഘടന പൂർത്തിയാക്കും. നവംബർ 5 മുതൽ 24 വരെയാണ് സെക്ടർ കൌൺസിലുകൾ. ആദർശ സമ്മേളനങ്ങളോടെയാണ് സെക്ടർ പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ സമാപിക്കുക. നവംബർ 25 മുതൽ ഡിസംബർ 25 വരെയാണ് ഡിവിഷൻ കൌൺസിലുകൾ. 40ാം വാർഷികത്തിന്റെ മുന്നോടിയായി ഡിവിഷൻ റാലികളോടെയാണ് കൌൺസിലുകൾ സമാപിക്കുക. ജനുവരി 13-നകം പുതിയ ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരും. 2013 ജനുവരി 18, 19 തീയതികളിൽ കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ പുതിയ സാരഥികൾ ചുമതലയേൽക്കും. ഇലക്ഷൻ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് സംസ്ഥാന ഡിവിഷൻ കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും മറ്റന്നാളുമായി യൂണിറ്റ് സെക്ടർ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ഇലക്ഷൻ ശില്പശാലകൾ നടത്തും. ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണം, പദ്ധതി വിശദീകരണം എന്നിവയ്ക്ക് സംസ്ഥാന പ്രതിനിധികൾ നേതൃത്വം നൽകും.
കൂടുതൽ പ്രവർത്തകർ കൂടുതൽ ഗ്രാമങ്ങൾ എന്ന ലക്ഷ്യത്തിലാണ് ഈ വർഷം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത്. കേരളത്തിന് പുറത്ത് മറ്റ് 21 സംസ്ഥാനങ്ങളിലും GCC രാഷ്ട്രങ്ങളിലും ഇതേസമയം ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ജില്ലകളിൽ 5-അംഗ ഇലക്ഷൻ ഡയറക്ടറേറ്റിനാണ് ക്യാമ്പയിൻ കാലചുമതല നൽകിയിരിക്കുന്നത്. ഡിവിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വിവിധ ഘടകങ്ങളിൽ ഇലക്ഷൻ ഡയറക്ടറേറ്റ് പൂർത്തിയായി. RP ഹുസൈൻ മാസ്റ്റർ ചീഫായുള്ള ഇലക്ഷൻ ഡയറക്ടറേറ്റാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആത്മീയ രംഗത്തെ നിറജ്യോതിസും ഒരു കാലഘട്ടത്തിന്റെ വഴികാട്ടിയുമായിരുന്ന കൂരിയാട് തേന് മുസ്ലിയാരുടെ 44ാമത് ഉറൂസ് മുബാറക്ക് ഒക്ടോബർ 18-ന് തുടക്കമാവും. ഒക്ടോബർ 18 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി പതാക ഉയർത്തും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന മതപ്രഭാഷണത്തിന് അബ്ദുൽ അസീസ് സഖാഫി ഏലമ്പ്ര നേതൃത്വം നൽകും. 19-ന് വെള്ളിയാഴ്ച നടക്കുന്ന പ്രഭാഷണവേദിയിൽ പകര മുഹമ്മദ് അഹ്സനി സംസാരിക്കും. 20-ന് ശനിയാഴ്ച നടക്കുന്ന കുതുബിയത്തിന് അലവിക്കുട്ടി ഫൈസി ചേറൂർ, സൈനുൽ ആബിദീൻ തങ്ങൾ, മുഹമ്മദ് ഷേഖ് സഖാഫി, ഉസ്മാൻ സഖാഫി ഏലമ്പ്ര തുടങ്ങിയവർ നേതൃത്വം നൽകും. 21 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന വനിതാ പഠന ക്ലാസിൽ അബ്ദുസലാം ബാഖവി പിടിയാട് സംസാരിക്കും. തുടർന്ന് 10 മണിക്ക് സലാത്ത് ഖത്തം ദുആ മജ്ലിസിന് സയ്യിദ് അബീബ് റഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് അബ്ദുറൌഫ് ബുഖാരി വെട്ടിച്ചിറ, സൈനുദ്ദീൻ ബാഖവി, ഉമർ മുസ്ലിയാർ ചെറുകുന്ന്, മുസ്തഫ ബാഖവി തെന്നല, മുനീർ ബാഖവി, ഹംസ അഹ്സനി തെന്നല, അബ്ദുള്ള ഫൈസി പയ്യനാട് തുടങ്ങിയ പ്രമുഖ സയ്യിദരും പണ്ഡിതന്മാരും പങ്കെടുക്കും. ഉച്ചക്ക് 12:30-ന് അന്നദാനത്തോടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും. മഹാനായ ഷേഖുന സീമലുല്ലാഹിയുടെ വസതിയായ ചിറ്റടിമിത്തലിൽ നടന്നുവരുന്ന മാസാന്ത കുതുബിയത്ത് ഇന്ന് രാത്രി 8 മണിക്ക് ആരംഭിക്കും. പ്രമുഖ പണ്ഡിതർ പരിപാടിയിൽ സംബന്ധിക്കും. SSF മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ഓമശ്ശേരി ഡിവിഷൻ കമ്മിറ്റി സെക്ടർ ഡിവിഷൻ നേതാക്കൾക്കായി സംഘടിപ്പിക്കുന്ന ലീഡേഴ്സ് മീറ്റ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഓമശ്ശേരി സുനനുൽ ഹുദ മദ്രസയിൽ നടക്കും. പരിപാടിയിൽ മുഹമ്മദ് അലി സഖാഫി വെള്ളിയാട്, ഡോക്ടർ അബൂബക്കർ നിസാമി നേതൃത്വം നൽകും. SSF മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ പദ്ധതികൾ അവതരിപ്പിക്കുന്നതിനായി കുന്നമംഗലം ഡിവിഷൻ SSF സംഘടിപ്പിക്കുന്ന ഇലക്ഷൻ ശില്പശാല ഇന്ന് വൈകിട്ട് 3 മണിക്ക് മാവൂർ മഹ്ലറയിൽ നടന്നു. ഡിവിഷൻ സെക്ടർ എക്സിക്യൂട്ടീവ് അംഗങ്ങളും യൂണിറ്റ് ഭാരവാഹികളുമാണ് ശില്പശാലയിൽ പ്രതിനിധികളായി പങ്കെടുത്തത്. സംസ്ഥാന സെക്രട്ടറി മജീദ് അരിയല്ലൂർ പദ്ധതികൾ അവതരിപ്പിച്ചു. SSF നരിക്കുനി ഡിവിഷൻ സംഘടനാ ഇലക്ഷൻ ശില്പശാല ഞായറാഴ്ച 3 മണി മുതൽ നരിക്കുനി ഉപ്പോരാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. SSF സംസ്ഥാന കൾച്ചറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് അരിയല്ലൂർ ഉദ്ഘാടനം ചെയ്യും. OT ഷഫീഖ് സഖാഫി അധ്യക്ഷത വഹിക്കും. SSF ജില്ലാ ട്രഷറർ അബ്ദുൽ കരീം നിസാമി വിഷയാവതരണം നടത്തും. സെക്ടർ യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുക്കും. SSF പുത്തൂർ യൂണിറ്റ് ദിക്ർ വാർഷികം ഇന്ന് വൈകിട്ട് 7 മണിക്ക് EK ബാബാദാരിമി നഗറിൽ നടക്കും. ബഷീർ ഫൈസി വെണ്ണക്കോട് മുഖ്യ പ്രഭാഷണം നടത്തും. EK ഹുസൈൻ മുസ്ലിയാർ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകും. SSF മലപ്പുറം ജില്ലാ ഐ-ടീം സംഗമം മലപ്പുറം വാദിസലാമിൽ പ്രൗഢമായി നടന്നു. SSF 40ാം വാർഷിക സന്നദ്ധ സേനയാണ് ഐ-ടീം. മലപ്പുറം ജില്ലയിലെ 126 സെക്ടറുകളിൽ 40 വീതം ഐ-ടീം അംഗങ്ങളാണ് കർമ്മനിരതരായിട്ടുള്ളത്. ഐ-ടീം സെക്ടർ ഐ-ടീം ചീഫുമാരാണ് നേതൃസംഗമത്തിൽ പങ്കെടുത്തത്. സംഗമം സംസ്ഥാന സെക്രട്ടറി MA മജീദ് അരിയല്ലൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PVA കബീർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ജില്ലാ പ്രസിഡന്റ് K സൈനുദ്ദീൻ സഖാഫി ഇരുമ്പുഴി അധ്യക്ഷത വഹിച്ചു. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന സുന്നി മാനേജ്മെന്റ് കമ്മിറ്റി മുക്കം റീജിയണൽ കമ്മിറ്റി അംഗം PT ഹസൻകുട്ടി ഹാജിക്ക് SMA-യുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി. മുബഷിർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് നൌഷാദ് സഖാഫി പാലപ്പറ്റ അധ്യക്ഷത വഹിച്ചു. TP ഇസ്മായിൽ മാസ്റ്റർ, E യക്കൂബ് ഫൈസി, AK മാമുക്കുട്ടി ഹാജി, N മുഹമ്മദ് ഹാജി, ബഷീർ കീലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടിയൊടിഞ്ഞ തോട്ടം കരിഞ്ചോല മലയിൽ പുതുക്കി പണിത പള്ളി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. KK കട്ടിപ്പാറയുടെ അധ്യക്ഷതയിൽ അബ്ദുസമദ് ബാഹസൻ ഉദ്ഘാടനം ചെയ്തു. ദയാപുരം നാഗത്തുപാടം ഒളവണ്ണയിൽ ഇന്ന് രാത്രി 7 മണിക്ക് പേരോട് മുഹമ്മദ് മുസ്ലിയാർ CMലുല്ലാഹി ആണ്ട് നേർച്ചയിൽ പ്രഭാഷണം നടത്തും. കോഴിക്കോട് പട്ടുതെരുവ് മസ്ജിദ് സുഹാബയിൽ കോടമ്പുഴ ബാബ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മാസാന്ത മതപഠന ക്ലാസ് ഇന്ന് രാത്രി 8:15 നടക്കും.
സ്വർഗം മുതൽ സ്വർഗം വരെ എന്ന ശീർഷകത്തിലാണ് പഠന ക്ലാസ് നടക്കുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ICF ഫഹാഹിൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖുർആൻ പഠന ക്ലാസ് ഇന്ന് വൈകിട്ട് 6:30 മംഗഫ് വണ്ടർ പ്ലസ് സ്കൂളിൽ നടക്കും. ഫാമിലികൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. സ്നേഹത്തിൻ ശീലമേട്ടാൻ ധർമ്മത്തിൻ ശീലമൂട്ടാൻ സ്നേഹസംഗം സിന്ദാബാദ് സ്നേഹസംഗം സിന്ദാബാദ് സ്നേഹസംഗം സിന്ദാബാദ് സ്നേഹസംഗം സിന്ദാബാദ്. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ശീർഷകത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിവരുന്ന ത്രൈമാസ ക്യാമ്പയിനോടനുബന്ധിച്ച് RSC ഉണർത്തു സമ്മേളനങ്ങൾക്ക് അൽഹസയിൽ തുടക്കമായി. ഖാലിദിയ യൂണിറ്റ് ഉണർത്തു സമ്മേളനം നവാസ് കൊല്ലം നവോദയ ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള സഖാഫി വിളത്തൂർ പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ഖാലിദിയ യൂണിറ്റ് ചെയർമാൻ അബ്ദുസലാം ലത്തീഫിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ സോൺ കൺവീനർ റഫീഖ് ആലപ്പുഴ, അസിസ്റ്റന്റ് കൺവീനർ അബ്ദുറഹ്മാൻ അണ്ടോണ, അബ്ദുള്ള സഖാഫി മൊറയൂർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. യൂണിറ്റ് കൺവീനർ സക്കരിയ കണ്ണൂർ സ്വാഗതം പറഞ്ഞു. അൽഹസ സ്വലഹിയ യൂണിറ്റ് ഉണർത്തു സമ്മേളനം സിദ്ദീഖ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഉമർ ഹാജി പത്തപിരിയം ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് അമാനി വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ഹുസൈൻ സാദി, മൂസ കടമ്പാൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി അൽഹസയിൽ ഹഫൂഫിൽ റിസാല ഭവനിൽ സംഘടിപ്പിച്ച കാൽപ്പാടുകൾ പരിപാടി ശ്രദ്ധേയമായി. പരിപാടിയിൽ ICF വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ സഖാഫി പുളിക്കൽ വിഷയാവതരണം നടത്തി. അബ്ദുള്ള സഖാഫി വിളത്തൂർ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അൽഹസ സോൺ RSC ചെയർമാൻ അബ്ദുള്ള സഖാഫി പൊന്നാനി അധ്യക്ഷത വഹിച്ചു. നാഷണൽ കൺവീനർ അഷ്റഫ് മഞ്ചേശ്വരം, നൂർ മുഹമ്മദ് അഹ്സനി, ICF സെക്രട്ടറി റഫീഖ് കൂരാരി എന്നിവർ ആശംസകൾ നേർന്നു. ദമ്മാം തുഖുബ RSC സെൻട്രൽ യൂണിറ്റ് ഉണർത്തു സമ്മേളനം തുഖുബ ICF ഓഫീസിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കും. മഹമ്മൂദ് സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും. സൈനുൽ ആബിദീൻ സുഹരി അധ്യക്ഷത വഹിക്കും. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ സലീം ക്ലാപ്പന പരിപാടി ഉദ്ഘാടനം ചെയ്യും. KMIC വാർത്തകൾ. KMICയിൽ ഇന്ത്യൻ സമയം 8 മണിക്ക് മൌലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. തുടർന്ന് ഇന്ത്യൻ സമയം 10 മണിക്ക് വടകരയിൽ നിന്നും ഹാഫിൽ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദുആ മജ്ലിസ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവർത്തന മികവിന്റെ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ SSF മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടക്കമായി. തീർത്ഥാടകരുടെ പ്രവാഹം തുടരുന്നു. ഹജ്ജ് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഈ വർഷത്തെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള ഹജ്ജ് ക്യാമ്പിന് ഇന്ന് വൈകിട്ട് 7 മണിക്ക് തുടക്കമാവും. മുല്ലപ്പെരിയാർ അണക്കെട്ട് കേസിൽ കേരളത്തിന് തിരിച്ചടി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.